ഏത് ക്രിക്കറ്റ് ടീമാണെങ്കിലും ഒരു പരമ്പരയിൽ, അതും പ്രീമിയം ആയിട്ടുള്ള ഒരു പരമ്പരയിൽ തിരിച്ചടി നേരിട്ടാൽ സ്വാഭാവികമായും ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലും ടീം സെലക്ഷനെ പറ്റിയും എല്ലാം പ്രശ്നങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. അതുതന്നെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഈ നിലവിൽ അവസാന ടെസ്റ്റ് നാളെ ആരംഭിക്കാനിരിക്കെ നിലവിൽ 2-1 പിന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലും എന്താണ് പറയുന്നത്, പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടീമിൻ്റെ സെലക്ഷനെതിരെയും ടീമിലെ മുതിർന്ന താരങ്ങൾക്കെതിരെയും കോച്ച് തന്നെ ഉച്ചപ്പാട് ഉയർത്തി എന്ന രീതിയിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ ടീമിലെ ഒരു തലമുറ മാറ്റത്തിന് കാരണമായേക്കുമെന്നും ടീമിലെ സ്ഥിരം കുറ്റികൾക്ക് പലർക്കും പുറത്തേക്കുള്ള വഴി തെളിക്കുമെന്നും ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. സ്കോറായ പൂജാര 20-21 പരമ്പരയിൽ 271 റൺസ് അടിച്ചിരുന്നു. ബ്രിസ്ബനിൽ ഗാബയിലെ 211 പന്തുകൾ നേരിട്ട് പൂജാര നേടിയ 56 റൺസ് ഇന്ത്യയുടെ അന്നത്തെ ചരിത്ര വിജയത്തിൽ നിർണായക പങ്കായിരുന്നു വഹിച്ചത്. അതേപോലെ കഴിഞ്ഞ തവണ മെൽബണിൽ ബോക്സിംഗ് ടെസ്റ്റിൽ ഇന്ത്യയെ ഐതിഹാസിക വിജയത്തിലേക്ക് നയിച്ചതിൽ രഹാനയുടെ പങ്കും വലുതായിരുന്നു. അന്ന് രഹാന സെഞ്ചുറി നേടിയിരുന്നു. രഹാന തന്നെയായിരുന്നു അന്ന് ടീമിൻ്റെ ക്യാപ്റ്റൻ. ചേതേശ്വർ പൂജാരനെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് പരിഗണിക്കാതിരുന്നതിൻ്റെ കാരണം പറഞ്ഞത് സെലക്ഷൻ കമ്മിറ്റി മാനേജ്മെൻറ്റും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മോശം ഫോം എന്നായിരുന്നു. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആണ് പൂജാര അവസാനമായിട്ട് കളിച്ചത്, ഫൈനലിൽ. അന്ന് പക്ഷേ പൂജാരയ്ക്ക് തിളങ്ങാൻ പറ്റിയില്ല. ഇതോടെയാണ് താരം ടീമിൽ നിന്ന് പുറത്തു പോകുന്നത്. പക്ഷേ ഇതേ കാരണം കൊണ്ട് പൂജാരനെ പുറത്താക്കിയപ്പോൾ തുടർച്ചയായ മോശം പ്രകടനത്തോടെ മുതിർന്ന താരങ്ങളിൽ പലരും ഇപ്പോഴും ടീമിൽ നിൽക്കുന്നുണ്ട്. അതും കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ടെസ്റ്റ് ഫോർമാറ്റിൽ ചേതേശ്വർ പൂജാരയുടെ അനുഭവം പുതിയ ടീമിന്, യുവതലമുറയ്ക്ക് നിർണായകമാണ്. കാരണം പ്രത്യേകിച്ച് ടീം ദൗർബല്യങ്ങൾ നേരിടുന്ന സമയത്ത് നീളം കൂടിയ ഫോർമാറ്റുകളിലെ സാങ്കേതിക വിദഗ്ധതയിൽ പൂജാരെ പോലെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയവരാരുമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിൽ അദ്ദേഹത്തെ പരിഗണിക്കാതിരിക്കുന്നത് ടെസ്റ്റിൽ ദീർഘകാല ഫലത്തെ ബാധിക്കുന്ന രീതിയിലാണ് ചർച്ചകൾ ഉയർന്നു വന്നത്. ഇന്ത്യയുടെ മുൻ താരം ദിനേശ് കാർത്തിക് പറഞ്ഞത് ചേതേശ്വർ പൂജാര, അജിങ്ക്യ രഹാന എന്നിവർക്ക് പകരക്കാരെ കണ്ടെത്തുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ചേതേശ്വർ പൂജാരനെ ടീമിലേക്ക് വേണമെന്ന് പരിശീലകൻ ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പരമ്പരയിലെ പെർത്തിലെ ആദ്യത്തെ ടെസ്റ്റിന് മുമ്പേ പൂജാരനെ ടീമിലെത്തിക്കണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നു പോലും. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചതിന് ശേഷവും ഇതേ ആവശ്യം ഗംഭീർ മുന്നോട്ട് വെച്ചെങ്കിലും അജിത് അഗാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഈ ആവശ്യത്തെ തള്ളിക്കളയുകയായിരുന്നു. ഇനി പരമ്പരയിലോട്ട് വന്നാൽ മുതിർന്ന താരങ്ങളുടെ നിരാശപ്പെടുത്തുന്ന ഫോമാണ് ഇന്ത്യനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ വളരെ വലിയ രീതിയിലാണ് നിരാശപ്പെടുത്തിയിരിക്കുന്നത്. ആകെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ജസ്പ്രീത് ബുംറയും ആദ്യ പരമ്പര കളിക്കുന്ന നിതീഷ് റെഡ്ഡിയും ഓപ്പണിംഗ് സ്ഥാനത്ത് ജയ്സ്വാളും KL രാഹുലും ഒക്കെയാണ് ഇന്ത്യക്ക് ഈ ടൂർണമെൻറ്റിൽ ആകെ പ്രതീക്ഷ നൽകിയ ഘടകങ്ങൾ. ഈ സീരീസിൽ കളിച്ചതിൽ 5 ഇന്നിങ്സുകളിൽ നിന്ന് 31 റൺസ് മാത്രമാണ് രോഹിത് ശർമ്മ നേടിയിട്ടുള്ളത്. ഈ വർഷം ആകെ 26 ഇന്നിങ്സിൽ നിന്ന് 619 റൺസും 24.76 എന്ന ശരാശരി മാത്രമാണ് രോഹിത് ശർമ്മയ്ക്കുള്ളത്. ഈ വർഷം മീൻസ് 2024 രണ്ടാം പകുതിയിൽ 15 ഇന്നിങ്സുകളിൽ നിന്ന് 10.93 ശരാശരിയാണുള്ളത്. ഒറ്റ തവണ മാത്രമാണ് 30 റൺസ് എന്ന മാർജിൻ മറികടന്നിട്ടുള്ളത്. ഈ പരമ്പരയിലെ ബാറ്റിംഗ് ഓർഡറിൽ 6ാം സ്ഥാനത്തേക്ക് മാറിയിട്ട് ഒരു സെഞ്ചുറി നേടി. 27.83 എന്ന ശരാശരി മാത്രമാണുള്ളത്. 2011 ടെസ്റ്റിൽ അരങ്ങേറ്റം നടത്തിയതിന് ശേഷം കോഹ്ലിയുടെ ശരാശരി ഏറ്റവും താഴെ പോയിട്ടുള്ള രണ്ടാമത്തെ ഒരു വർഷമാണിത്. കോഹ്ലിയുടെ പ്രകടനത്തോടൊപ്പം അദ്ദേഹം ഔട്ടാവുന്ന രീതിയും പന്തുകൾ കളിക്കാൻ ശ്രമിച്ച് അനാവശ്യമായിട്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുകയാണ് കോഹ്ലി ചെയ്യുന്നത്. ഈ ഒരു പരമ്പര കഴിയുന്നതോടെ
ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഒരു തലമുറ മാറ്റം ഉണ്ടാകുമെന്നാണ്. 3-ാം ടെസ്റ്റിന് പിന്നാലെ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് സ്പിന്നർ ആർ അശ്വിൻ ഈ തലമുറ മാറ്റത്തിൻ്റെ ഒരു സൂചന നൽകി. കാരണം തനിക്ക് ഇടം കിട്ടിയേക്കില്ല എന്നുള്ളൊരു കണക്കൂട്ടലിൽ ആർ അശ്വിൻ കളി മതിയാക്കി. അശ്വിന് പകരം എത്തിയ വാഷിംഗ്ടൺ സുന്ദർ തൊട്ടടുത്ത ടെസ്റ്റിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. രോഹിത് ശർമ്മയെക്കാളും വിരാട് കോഹ്ലിയേക്കാളും നിരാശപ്പെടുത്തുന്നത് ഋഷഭ് പന്താണ്. കാരണം 2 കൊല്ലം മുന്നേ ഗാബ ടെസ്റ്റിലെ കളി ഒറ്റയ്ക്ക് മാറ്റിമറിച്ച താരമാണ് ഋഷഭ് പന്ത്. ഓരോ തവണയും വലിയ ഇന്നിങ്സ് കളിക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഋഷഭ് പന്ത് വിക്കറ്റ് വലിച്ചെറിയുന്നത്. അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ആത്മഹത്യാപരമായ ഷോട്ട് സെലക്ഷൻ കൊണ്ടാണ് ഋഷഭ് പന്തിനെ എല്ലാവരും വിമർശിക്കുന്നത്. സിഡ്നി ടെസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യക്ക് നിലവിൽ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. കാരണം നിലവിലെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യയുടെ കസ്റ്റഡിയിലാണുള്ളത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഏറെക്കുറെ തുലാസിലായ ഇന്ത്യക്ക് പരമ്പര നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. നിലവിൽ 2-1 പുറകിൽ നിൽക്കുന്നത്. അവസാന ടെസ്റ്റ് ജയിച്ചാൽ, സിഡ്നി ജയിച്ചാൽ ട്രോഫി പരമ്പര സമനിലയിലാക്കി ട്രോഫി ഇന്ത്യക്ക് തന്നെ നിലനിർത്താനാവും. എന്നാൽ സിഡ്നിയിലെ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമല്ല എന്നുള്ള സ്ഥിതിയാണ്. ഇന്ത്യക്ക് ഒരു മികച്ച റെക്കോർഡ് സിഡ്നി ഗ്രൗണ്ടിലില്ല. ഇന്ത്യ 13 ടെസ്റ്റ് ഇവിടെ കളിച്ചപ്പോൾ ഒറ്റ ജയം മാത്രമാണുള്ളത്. 5 മത്സരങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ 7 സമനിലയായി. ഇന്ത്യയുടെ ഏക ടെസ്റ്റ് വിജയം സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടുള്ളത് 1978 ജനുവരിയിലാണ്. അന്ന് ഇന്നിങ്സിനും 2 റൺസിനുമായിരുന്നു ഇന്ത്യ ജയിച്ചത്. നിലവിലെ ഇന്ത്യൻ ടീമിൻ്റെ സാഹചര്യത്തിൽ ഓപ്പണർമാരായ ജയ്സ്വാളിൽ നിന്നോ KL രാഹുലിൽ നിന്നോ അല്ലാതെ മറ്റ് മുൻനിര ബാറ്റ്സ്മാൻമാരിൽ നിന്ന് ഒരത്ഭുതവും ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് സത്യം. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ കളിച്ചിട്ടല്ല കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യ പല പരമ്പരകൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ബൗളർമാരുടെ മികച്ച പ്രകടനം കൊണ്ട് മാത്രമാണ്. അതുതന്നെയാണ് ഇനി ആവർത്തിക്കാൻ സാധ്യത.